ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു നമുക്കൊന്ന് തട്ടാരമ്പലം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ പോവുകയാണ്. ഇതെൻ്റെ പുതിയ ചുരിദാറാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണേ. ഞാനിന്ന് പോകുന്നത് എൻ്റെ കൂടപ്പിറപ്പായ അപ്പുവിൻ്റെ കൂടെയാണ്. എനിക്കെന്തായാലും നീളം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഈ ബൈക്കിൻ്റെ പുറകെ കയറാനായിട്ട് നല്ല പാടുപെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുവിധം ഏണി വെച്ച് ബൈക്കിൻ്റെ പുറത്ത് കയറിയിട്ട് നമ്മൾ പോകുകയാണ് ഗൈസ്. നമ്മൾ ഹരിപ്പാട് വഴിയാണ് തട്ടാരമ്പലത്തോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കവല കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എനിക്ക് ഈ കവലയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര നൊസ്റ്റു അടിക്കും ഗൈസ്. പണ്ട് ഞാൻ കോളേജിൽ പോകുമ്പോൾ ഇതുവഴിയായിരുന്നു ബസ്സിന് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഓരോ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ കയറും. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ ഈ പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരത്തും ഓരോ പിള്ളേരൊക്കെ കയറുന്നതൊക്കെ ഓർമ്മ വരും. നമ്മളിങ്ങനെ പ്രൈവറ്റ് ബസ്സാണ് കൂടുതലും ഇതുവഴി പോകുന്നത്. അപ്പം നമ്മൾ പ്രൈവറ്റ് ബസ്സായതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ പ്രൈവറ്റ് ബസ്സിൻ്റെ കൺസെഷൻ എടുക്കും. കൺസെഷൻ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ടിക്കറ്റ് ചാർജിൻ്റെ 4 അങ്ങനെ എന്തോ കൊടുക്കണം. അപ്പോൾ ഈ 2 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ 2 രൂപ കൊടുത്ത് നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കോളേജിലോട്ട് പോകുന്നതാണ്. പിന്നെ ഇത് നമ്മളുടെ തട്ടാരമ്പലമാണ്. മറ്റേ പൂജവെപ്പ് സമയത്തൊക്കെ ഇവിടെ മറ്റേ വായനയും ഊണും ഒക്കെ കാണും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ ചോറുണ്ടാനും ഒക്കെ വരും ഗൈസ്. ഉറക്കം വരുന്നുണ്ട്. ഞാൻ രാത്രിയിലാണ് ഇതിന് സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തട്ടാരമ്പലമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് VSM ഹോസ്പിറ്റലിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ VSM ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ എന്നെ അവിടെ ഇറക്കിയിട്ട് അവൻ അവിടെ എങ്ങാണ്ട് പോകണമായിരുന്നു. അപ്പോൾ അവൻ എന്നെ അവിടെ വിട്ടിട്ട് അവൻ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ പോയ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വീണ്ടും വരാനായിട്ടൊക്കെ ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരാനിറങ്ങിയപ്പോഴത്തേക്കും അവന് വിശക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ എന്തായാലും ഒരു 3-4 മണിയൊക്കെ കഴിഞ്ഞ്, അല്ല 3-4 മണിയല്ല, ഒരു 5:30-6 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ അവന് കോഫി വേണമെന്ന് പറഞ്ഞ് നമ്മൾ കോഫി കുടിക്കാനായിട്ട് നമ്മുടെ കേക്ക് ലോഞ്ചിലോട്ടാണ് കയറിയത്. കേക്ക് ലോഞ്ചിൽ കയറി അവന് ഷവർമയും ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെയാണ് നമ്മളങ്ങനെ കോഫിയും ഷവർമയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ മാറി കുത്തിയിരിക്കുകയാണ് ഗൈസ്. അവരൊരു ബുക്ക് കൊണ്ടുവച്ചു. അതിലിങ്ങനെ പലവിധ സാധനങ്ങളുടെ പേരും പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാവശ്യമില്ലെങ്കിലും വെറുതെ ഞാനതൊക്കെ തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് മടുത്തപ്പോഴല്ല, അവർ വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഷവർമ എത്തിയിട്ടുണ്ട്. ഷവർമ എത്തിക്കഴിഞ്ഞ് നമ്മൾ കോഫി എത്തിയില്ല. കോഫി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആക്രാന്തം മൂത്ത് ഷവർമ പൊളിച്ച് കഴിക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ ഷവർമ കഴിച്ചുകൊണ്ടിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഷവർമയായിരുന്നു. ഇതിന് ഷവർമയെന്ന് തന്നെയല്ലേ പറയുന്നത്? അതെ, ഷവർമയെന്ന് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. എനിക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ കോഫി വന്നു. കോഫി നമ്മൾ ഊതി കുടിക്കുകയാണ്. ഗുപ്തന് ചൂട് ചായ ഊതി കുടിക്കുന്നതാണെന്ന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലേ? അതെ, ചൂട് കാപ്പി നമുക്ക് മോന്തി കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഗുപ്തൻ കുടിക്കുന്ന കൂട്ട് ചൂട് കോഫി ഊതി കുടിച്ചിട്ട് എനിക്ക് ചളിയാന്നാരും പറയരുതേ, വെറുതെ തോന്നിയപ്പോൾ പറഞ്ഞു പോയതാ ഗൈസ്, എന്നോട് ക്ഷമിച്ചേക്കും. അങ്ങനെ നമ്മൾ ഷവർമ റോളൊക്കെ കഴിച്ചു. എന്നിട്ട് കോഫിയൊക്കെ ഊതി കുടിച്ചു. അങ്ങനെ ഫോണിലൊക്കെ നോക്കി എന്തോ ആണോ പറ്റിഷമായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നോക്കി ഇരിക്കുകയാണ് ഗൈസ്. ചായ കുടിച്ച് തീരുന്നില്ല. ചായ അല്ലല്ലോ, കോഫിയല്ലേ. കോഫി കുടിച്ച് തീരുന്നില്ല ഗൈസ്. വലിയൊരു കപ്പായിരുന്നു. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് തീർന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി പൈസ കൊടുക്കണമല്ലോ. അപ്പം പൈസ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. സെൽഫി മാത്രമല്ല വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ കയറിയ കടയുടെ പേരാണിത്, കേക്ക്